ഹലോ, നമസ്കാരം. 2 ദിവസം മുൻപ് ഞാനും ജെന്നിയും കൂടി ഒരു വിവാഹത്തിൻ്റെ തലേ ദിവസം പോവുകയുണ്ടായി. അങ്ങനെ ആ വീട്ടിലേക്ക്, ചെറിയ വീടാണ്, അങ്ങോട്ട് കയറുന്ന സമയത്ത് പുറത്ത് മുറ്റത്ത് ചെയറിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആൾ എന്നെ നോക്കി ചിരിച്ചു. എന്നോട് ചോദിച്ചു, തമ്പിയല്ലേ എന്ന് ചോദിച്ചു. അതെ. ആ ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അകത്ത് പോയിട്ട് ഞാൻ വരാം. അകത്ത് പോയി പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടിയുടെ അച്ഛൻ നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടു, കുട്ടിയുടെ അമ്മയെ കണ്ടു, ചേച്ചിയെ കണ്ടു. അങ്ങനെ ചേച്ചിയുടെ മകളെ ജെന്നി എടുക്കുകയും ചെയ്തു. അങ്ങനെ ജെന്നി ആ കുട്ടിയെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് സർബത്ത് കുടിച്ചു, കുറച്ച് ചിപ്സ് കഴിച്ചു. അങ്ങനെ പിന്നെ കൂടുതൽ സ്ത്രീകളകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചെറിയ മുറിയാണ്, സൗകര്യക്കുറവാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരത്തെ കണ്ട വ്യക്തി പൂർണ്ണമായും നരച്ചിരിക്കുന്നു. ഏറെ പ്രായം ചെന്ന രൂപം, വളരെ മെലിഞ്ഞ ശരീരം. അദ്ദേഹം എഴുന്നേറ്റ് വന്നു. അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആൾ പറഞ്ഞു, നമുക്ക് അങ്ങോട്ടിരിക്കാം. 2 കസേര എടുത്തിട്ട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്ന 5ാം ക്ലാസ്സിൽ വെച്ചാണ്. 5ാം ക്ലാസ്സിൽ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നാഷണൽ ഹൈസ്കൂളിലാണ് അന്ന് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ കുട്ടികളുണ്ടാവും, ചേറ്റോയിൽ നിന്ന് കുറേ പേരുണ്ട്. അതിൽ ഈ ഒരു കുട്ടി, നല്ല മിടുക്കനായ കുട്ടി, ഇദ്ദേഹവും ഉണ്ടാവും. ഞങ്ങളുടെ ഇളയച്ചൻ ഉണ്ണിമാഷും ഉണ്ടാവും. അങ്ങനെ വളരെ രസമായ യാത്രകളായിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, മാസങ്ങൾ കുറച്ച് കഴിഞ്ഞു, ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു, പല കുട്ടികളും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ട്. നാളെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ക്ലാസ്സിൽ വന്നാൽ ക്ലാസ്സിൽ കയറ്റില്ല. അങ്ങനെ ഈ കുട്ടി സംഭവിച്ചത്, അദ്ദേഹം വീട്ടിൽ ചെന്ന്, കാരണം സ്ഥിരം ശ്രമം നടത്താറുണ്ട്, നാളെ ക്ലാസ്സിൽ കയറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും അന്വേഷിച്ചപ്പോഴും ഈ പുസ്തകം വാങ്ങാനുള്ള പൈസ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ചെയ്തത് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയായിരുന്നു. ചില അധ്യാപകർ കുട്ടികളുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കാതെ അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ആവട്ടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പിന്നീട് ഒരു ഡോക്ടറുടെ വീട്ടിൽ പണിക്ക് വന്നു. ഇവിടെ ചെന്നാലും നല്ല സത്യസന്ധതയും കൃത്യതയുമുള്ള കുട്ടിയായിരുന്നു. കുറച്ച് വർഷങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നീട് മുതിർന്നതിന് ശേഷം ബോട്ടിൻ്റെ പണിക്ക് പോയി. അങ്ങനെ ബോട്ടിലെ പണികൾ, കുറേ വർഷങ്ങൾ ബോട്ടിൻ്റെ പണികളുമായി ജീവിച്ചു. അങ്ങനെ ബോട്ടിൻ്റെ പണി അവസാനിച്ചപ്പോൾ പിന്നീട് വള്ളത്തിൽ പുഴയിൽ നിന്ന് കല്ലുമ്മക്കായ എടുക്കാനും അതുപോലെ ചളി വാരാനും, വള്ളത്തിനാവശ്യമുള്ള കല്ലുമ്മക്കായും അതുപോലെ ചളിയും എല്ലാം വാരുന്ന ജോലികളുമായി അങ്ങനെ ജീവിതം ആരംഭിച്ചു. വിവാഹം കഴിച്ചു. 4 പെൺമക്കളുണ്ടായി. അവരുടെ വിവാഹമെല്ലാം കഴിച്ചു, അയച്ചു. പറയുകയാണ്, 4 പേർക്ക് ഞാൻ പൊന്നു കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത് തമ്പി എന്ന് പറയുമ്പോൾ ആ പൊന്നിൻ്റെ വില എന്താണ്? നമ്മൾ കാണുന്ന വിലയിൽ എത്രയോ കഠിനാധ്വാനം, സത്യസന്ധമായ ജീവിതം, അങ്ങനെ ഉണ്ടാക്കുന്ന പൊന്നു കൊടുത്ത് മക്കളെ പൊന്നുപോലെ വളർത്തിയിട്ടുണ്ടായിരിക്കില്ലേ? കാരണം ഇതുപോലുള്ള മനുഷ്യനല്ലേ. അങ്ങനെ ഇപ്പോൾ 4 മക്കൾക്കും മക്കളായി 8 പേരക്കുട്ടികളുണ്ട്. വളരെ സന്തുഷ്ടനായ മനുഷ്യൻ. അങ്ങനെ ഒരിക്കൽ റോഡിലൂടെ പോകുമ്പോൾ ഒരു കാറ് വന്നിടിച്ചു. കാറിടിച്ച് ആൾ തെറിച്ച് കാറിൻ്റെ മേലെ തന്നെ വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല ആൾക്ക്.
പറ്റിയില്ല. അപ്പോൾ ഈ കാറിൻ്റെ ഉടമയെല്ലാം അടുത്ത് നിൽക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, എനിക്കൊന്നും പറ്റില്ല, നിങ്ങൾ മനഃപൂർവ്വം അല്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ റോങ് സൈഡിലാണ് വന്നത്, പക്ഷെ മനഃപൂർവ്വം അല്ലല്ലോ, സാരില്ല, നിങ്ങൾ പോയിക്കോളൂ. അതാണ് ആ മനുഷ്യൻ്റെ ഒരു മേന്മ ഞാൻ കണ്ടത്. അവരുടെ വിഷമം പോലും അദ്ദേഹം ഒപ്പം തന്നെ പരിഹരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, കുറച്ച് വിശ്രമിച്ചതിന് ശേഷം പോകാം. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ വിശ്രമ സമയം മുഴുവൻ പണമായി മാറില്ലേ. ഡോക്ടറെ, ഞാനിപ്പോൾ തന്നെ പോവുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ വീട്ടിൽ വന്നു. വീണ്ടും പണിയിലെല്ലാം ഏർപ്പെട്ടിരിക്കുമ്പോൾ തല കറങ്ങുന്നൊരു സ്വഭാവം പുതിയതായിട്ട് വന്നൊരു രോഗമാണ്. അത് വള്ളത്തിലുള്ള പണിക്ക് വലിയ അപകടം ചെയ്യുമല്ലോ. അങ്ങനെ അദ്ദേഹം ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഈ പണി ഇനി നിർത്തുന്നതാണ് നല്ലത്. അദ്ദേഹം അതനുസരിച്ചു. കാരണം ആ പണി നിർത്തുക എന്ന് പറഞ്ഞാൽ വരുമാനം നിലച്ചു. പക്ഷെ അദ്ദേഹം പറയുകയായിരുന്നു, ചെറിയ പെൻഷനെല്ലാം ഉണ്ടല്ലോ തമ്പി, ക്ഷേമ പെൻഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടെല്ലാം ഞങ്ങൾ ജീവിച്ചു. എനിക്ക് മറ്റ് ചിലവുകളൊന്നും ഇല്ലല്ലോ, കാരണം മദ്യപാനമോ അങ്ങനെയുള്ള ചിലവുകളൊന്നും ഇല്ലല്ലോ എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 2.5 വർഷം ആൾ ജോലിക്ക് പോകാതെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കൊന്ന് തോന്നി, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ, ഒന്ന് പണിക്ക് ഇറങ്ങാം. അങ്ങനെ വീണ്ടും വള്ളത്തിലെ പണിക്ക് ഇറങ്ങിയപ്പോൾ തലകറക്കമൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഇപ്പോൾ 1 കൊല്ലമായി വീണ്ടും ആൾ വള്ളത്തിലെ പണികൾ ചെയ്യുകയാണ്. അങ്ങനെ ആളുടെ ഒരു ജീവിത കഥ തന്നെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു. കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൻ്റെ അടിയൊന്ന് തൊട്ട് നോക്കൂ. ഞാൻ നോക്കിയപ്പോൾ മരം പോലെ ഇരിക്കുന്ന കൈ. ഞാൻ കയ്യിൻ്റെ ഉള്ളം കൈയിലും വിരലിൻ്റെ അറ്റത്തും എല്ലാം തൊട്ട് നോക്കി. എങ്ങും ഒരു മാർദ്ദവമുള്ള സ്ഥലം എങ്ങുമില്ല. ഏകദേശം 60-65 വർഷം പങ്കായവും കഴുക്കോലും മമ്മട്ടിയും പിടിച്ച് മരം പോലെയായ കൈകൾ. എത്ര സന്തുഷ്ടനായ മനുഷ്യനാണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒന്നിലും ഒരു പരിഭവമില്ല. എന്നോട് പറഞ്ഞു, ഇനിയും സംസാരിക്കാനുണ്ട് തമ്പി, ഇനി വള്ളത്തിലിരുന്ന് നമുക്ക് സംസാരിക്കാം. തമ്പിയുമായോ മകളും ഭാര്യ എല്ലാവരുമായിട്ട് വരൂ, എനിക്ക് വള്ളമുണ്ട്, ആ വള്ളത്തിലിരുന്ന് നമുക്ക് അങ്ങനെ വള്ളം തുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് പിരിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, സ്കൂൾ വിദ്യാഭ്യാസം, വളരെ പരിമിതമായ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മനുഷ്യൻ, എത്രയോ ഉയരങ്ങളിലാണ് മനുഷ്യൻ. ഞാൻ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ രൂപം വീണ്ടും ഞാൻ ആ ചേറ്റുവ പുഴയോരത്ത് കൂടി നടന്നു നീങ്ങുന്ന മനുഷ്യൻ, അദ്ദേഹം വളരുന്നതായിട്ട് എനിക്ക് തോന്നി. കൈകാലുകളെല്ലാം വളർന്ന് ആകാശം മുട്ടെ വലുപ്പമുള്ളൊരു മനുഷ്യൻ. കൈകൾ വീശി അനന്തതയിലേക്ക് കൈകൾ വീശി അദ്ദേഹം അങ്ങനെ യാതൊരു പരിഭവമില്ലാതെ, യാതൊരു കൂസലുമില്ലാതെ, ആരെയും ഉപദ്രവിക്കാതെ നടന്നു നീങ്ങുന്ന ആ മനുഷ്യൻ്റെ ഒരു മഹത്വം ഞാൻ കാണുകയാണ്. എൻ്റെ ഗ്രാമത്തിൽ ഇതുപോലെ ആളുകൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ കഥ എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൂടി കേൾക്കുവാനായാണ് ഞാൻ ഈ കഥ പറയാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.